വിശുദ്ധ പൗലോസ് ശ്ലീഹ റോമർക്കെഴുതിയ ലേഖനം 4-ാം അധ്യായത്തിൽ 21-ാമത്തെ വാക്യം ധ്യാനിക്കാം. വാഗ്ദാനം നിറവേറ്റാൻ ദൈവത്തിന് കഴിയുമെന്ന് അവന് പൂർണ്ണ ബോധ്യമുണ്ടായിരുന്നു. ഏബ്രഹാമിൻ്റെ വിശ്വാസത്തെക്കുറിച്ചാണ് പൗലോസ് ശ്ലീഹ വളരെ ആഴത്തിൽ നമ്മെ ബോധ്യപ്പെടുത്തുക. ദൈവം സർവശക്തനാണെന്നും അസാധ്യകാര്യങ്ങളെ സാധ്യമാക്കുന്ന ശക്തിയാണെന്നും ഉള്ള തിരിച്ചറിവ് ഏബ്രഹാമിനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഏബ്രഹാമിനോട് ദൈവം കൊടുത്ത വാഗ്ദാനം അത് പൂർത്തീകരിക്കാൻ പൂർണ്ണമായും ആ വിശ്വാസം ഏറ്റുപറയുന്ന ഏബ്രഹാമിനെയാണ് പൗലോസ് ശ്ലീഹ നമുക്ക് കാണിച്ചു തരിക. ദൈവം അത്രമേൽ ശക്തനാണെന്നുള്ള ബോധ്യം ഏബ്രഹാമിനുണ്ടായിരുന്നു. തീരുമാനങ്ങളിൽ വിശ്വസ്തനാണ് ദൈവമെന്ന് പൂർണ്ണമായും പൗലോസ് ശ്ലീഹ നമ്മെ പഠിപ്പിക്കുക. ദൈവം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവയിൽ അത് ദൈവത്തിന് സാധിക്കും എന്നുള്ള ബോധ്യമാണ് ഏബ്രഹാമിനെ വിശ്വാസികളുടെ പിതാവാക്കിയത്. അതുകൊണ്ട് നിന്റെ ജീവിതത്തിൽ ദൈവഹിതത്തിന് വഴങ്ങുകയും ദൈവനാമത്തിന് അസാധ്യമായതൊന്നുമില്ലെന്നുള്ള ബോധ്യം നിന്നെ ബലപ്പെടുത്തുകയും ചെയ്യട്ടെ. അവിടുന്ന് വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണ്. വാഗ്ദാനം നിറവേറ്റാൻ ദൈവത്തിന് മാത്രമേ സാധ്യമാകുകയുള്ളൂ. ഈ തിരിച്ചറിവ് നിനക്കുണ്ടാകട്ടെ. നിൻ്റെ ജീവിതത്തിൽ നിൻ്റെ അനുഭവങ്ങളിൽ ദൈവ സാന്നിധ്യം കൊണ്ട് നിറയട്ടെ. ദൈവം അത് സഫലമാക്കി തരുമെന്നുള്ള തിരിച്ചറിവ് നിനക്കുണ്ടാകട്ടെ. ദൈവത്തെ നിൻ്റെ ജീവിതത്തിൻ്റെ മുഖ്യസ്ഥാനത്ത് പ്രതിഷ്ഠിക്കാൻ നിനക്ക് സാധിക്കട്ടെ. അങ്ങനെ ദൈവം നിനക്ക് അസാധ്യമായത് സാധ്യമാക്കി തരുമെന്ന് തിരിച്ചറിവിൽ വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണ് എന്നുള്ള ബോധ്യം നിനക്ക് കൂടുതൽ ബലം നൽകട്ടെ. ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധമായ നാമത്തിൽ നീ അനുഗ്രഹമായി തീരട്ടെ. കർത്താവ് യേശു മിശിഹായുടെ മാമോദീസായുടെ ഈ ദിനം നിൻ്റെ ജീവിതത്തിൽ അനുഗ്രഹം കൊണ്ട് നിറയുന്നതിന് ഒരു സുദിനമായി മാറട്ടെ. ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.